നമസ്കാരം. ഞാനിവിടെ ചോദിക്കാൻ എന്നുള്ളത് അമരവിള നടൂർ കൊല്ലയിലാണ്. ഇവിടെയുള്ള ജനങ്ങളുടെ കാലാകാലങ്ങളുടെ ആവശ്യമാണ് റെയിൽവേ മേൽപ്പാലം എന്നുള്ളത്. നിരവധി നിവേദനങ്ങൾ നൽകിയിട്ടും ഒരു പരിഹാരം കാണാത്തതിനുള്ള ദുരവസ്ഥയിലാണ് ഇവിടെയുള്ള ജനങ്ങൾ. നമുക്കെന്താണെന്ന് കണ്ടറിയാം, ചോദിച്ചു മനസ്സിലാക്കാം. അമരവിള നടൂർക്കൊല്ല നിവാസികളുടെ കാലാകാലങ്ങളുടെ ആവശ്യമാണ് സുരക്ഷിതമായൊരു യാത്ര. റെയിൽവേ പാതത്തിലൂടെ ജീവൻ പണയം വെച്ചാണ് പലരും യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ പാത ഇരട്ടിപ്പിക്കലിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അടിയന്തരമായി ഒരു മേൽപ്പാലം വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇതിന് വർഷങ്ങളോളം പഴക്കമുണ്ട് ഈ പരാതികൾക്കും ആവലാതികൾക്കും. നമുക്ക് കേട്ട് മനസ്സിലാക്കാം എന്താണ് അവരുടെ വിഷയമെന്നോ. എന്താണ് നമ്മൾ 1978 റെയിൽവേ വേണതിന് മുമ്പ് ഈ റോഡ് ഇവിടെ ഉണ്ട്. 78 റോഡ് റെയിൽവേ വന്ന മുതൽ മുതൽ ചാൾസ് MP, സുരേന്ദ്രനാഥ്, കെ മുരളീധരൻ MP ആയിരുന്നപ്പോൾ നമ്മുടെ വി മുരളീധരൻ ഉണ്ട്, പിന്നെ KV സുരേന്ദ്രനാഥ്, ശശി തരൂർ, പഞ്ചായത്തിൽ കൊല്ലി പഞ്ചായത്തിൽ എല്ലാവർക്കും നമ്മൾ മെമ്പർ ഇങ്ങനെ നിരന്തരം കൊടുത്തു. നീളാത്തല ദേവീക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ കീഴിൽ എല്ലാവരും റെയിൽവേ ജനറൽ മാനേജർ ഈ അടുത്ത കാലത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉള്ള സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാൽ CSI ചർച്ചിൻ്റെ കയ്യിൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, പിന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻ്ററുണ്ട്, ഗോപാല മെമ്മോറിയൽ സ്കൂളുണ്ട്, പോസ്റ്റ് ഓഫീസുണ്ട്, കാനറ ബാങ്കുണ്ട്, കല്യാണത്തിന് ഓഡിറ്റോറിയമുണ്ട്. അത് പോയിട്ട് ഈ അമരവിള നിവാസികളെല്ലാം കുളിക്കുന്നതിനും നനയ്ക്കുന്നതിനുള്ള ഏക ആശ്രയം ഈ തോടാണ്. പിന്നെ നമ്മുടെ സമീപത്തുള്ള ഹെൽത്ത് സെൻ്റർ ഈ വായനശാലയിലാണ് പ്രവർത്തിക്കുന്നത് സമീപത്തുള്ളത്. അപ്പോൾ അവർക്കും വരാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം നമുക്കൊരു പാലം എന്തെങ്കിലും കിട്ടിയേ പറ്റൂ. അധികാരികൾ ശ്രദ്ധയപ്പെടണം. നമ്മളിങ്ങനെ നിരന്തരം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്, പലതവണയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ശശി തരൂരും രാജഗോപാലിൻ്റെ രാമൻപിള്ള സാഹുവൊക്കെ ഇവിടെ നോക്കിയിട്ടും പോയിട്ടുള്ളതാണ് ഈ സ്ഥലം. ശശി തരൂരും വന്ന് സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ വരുമ്പോൾ എല്ലാവരും വരും. പിന്നെ നമ്മൾ ഈ നേരത്തെ സംസാരിച്ച പോലെ നമ്മൾ ഒരു ദ്വീപിനകത്ത് കിടക്കുകയാണ്. ഇവിടെ ആർക്കും വേണ്ട, ഇവിടെ ഒരു വികസനമൊന്നും സാധനം ഇല്ല. ഇവിടെ ആർക്കും വേണ്ടാതെ നമ്മളെ ഇലക്ഷന് മാത്രം എല്ലാവരും ഇപ്പം തന്നെ പല രാഷ്ട്രീയക്കാരെയും നമ്മളെല്ലാവരും വിളിച്ചിട്ടുണ്ട്. പക്ഷേ ആരും ഉൾക്കൊള്ളുന്നില്ല. എല്ലാവരും പറയാമെന്ന് പറഞ്ഞല്ലാതെ നമുക്ക് എങ്ങനെയെങ്കിലും നാട്ടുകാരുടെ ആവശ്യമാണത്. ഇതുകൊണ്ട് ശാശ്വത പരിഹാരം ഉണ്ടായിത്തരണം. ഒരു വഴി നമുക്ക് കിട്ടിയേ പറ്റൂ, മേൽപ്പാലം. പിന്നെ പാത ഇരട്ടിപ്പിക്കുന്നതിനോടനുബന്ധിച്ച് നമുക്കിനി ഒട്ടും പോകാൻ ഒക്കില്ല. ഇവിടെ 4 പശുക്കൾ ഇവിടെ ഈ സമീപ സാഹചര്യത്തിൽ വീണു മരിച്ചു, ട്രെയിൻ തട്ടി. തൊട്ടടുത്ത് ആൾക്കാർ ഒരു 7-8 പേരിവിടെ മരിച്ചിട്ടുണ്ട്. ഇത് തൊട്ടടുത്താണ്, ഇവിടെ അടുത്താണ് ഈ ട്രെയിൻ തട്ടി മരിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ട്രെയിൻ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന് ഇറങ്ങുമ്പോൾ പറ്റിയിട്ടുള്ള ഇടതല്ല. അങ്ങനെ ഇങ്ങനെ ഒരുപാട് അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം നമുക്ക് കിട്ടിയ അധികാരികളിൽ നിന്ന് കനിയണമെന്നാണ് നമ്മളുടെ ആഗ്രഹം. വികസനത്തിൻ്റെ ഭാഗമായി ഇവിടെ ഇരട്ടിപ്പിൽ നടപടി നടക്കുകയാണ്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? എന്താണ് നിങ്ങൾക്ക് എന്താണ് വിഷയം? എന്താണ് നിങ്ങളുടെ ആവശ്യം? എന്താണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അറിവ് ശരിയാണ്, 1978 ഇങ്ങനെ ഒരു ഇവിടെ റെയിൽ പാത ഉണ്ടാകുന്ന സമയത്ത് ഈ 2 വശങ്ങൾ റോഡുണ്ടായിരുന്നു. ആ റോഡ് മുറിച്ചുകൊണ്ടാണ് ഈ റെയിൽ പാത ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടം മുതൽ അന്ന് ഉണ്ടായിരുന്ന റെയിൽവേ മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, MP എല്ലാവർക്കും പരാതി ഇവിടുത്തെ പ്രദേശവാസികൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് 3 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ്. അതായത് മുനിസിപ്പാലിറ്റിയെയും പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന, അതോടൊപ്പം തന്നെ 3 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന, ഇതിനപ്പുറം 2000-ലധികം ഫാമിലികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഈ ദുർഘടമായ വഴിയിലൂടെ യാത്ര ചെയ്യുന്നത് ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് പലതവണ പരാതിപ്പെട്ടതാണ്. ഇപ്പോൾ തന്നെ ഈ ഇവിടുത്തെ അമരവിള ദേശീയപാതയിൽ നിന്ന് 1 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള വീടുകളിലേക്ക് യാത്ര ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 1/2 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്യേണ്ട ആളുകൾ 6 കിലോമീറ്റർ യാത്ര ചെയ്ത് കണ്ണൻകുഴി വഴി കറങ്ങി ഇതുവഴി ഇവിടെ എത്തിച്ചേരേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങളുടെ ഇവിടുത്തെ നാട്ടുകാരുടെ, അല്ലെങ്കിൽ ഇവിടെയുള്ള പ്രദേശവാസികളുടെ ഏറ്റവും ആവശ്യമെന്ന് പറയുന്നത് ഇവിടെ ഒരു മേൽപ്പാലം ഉണ്ടാകുക. മേൽപ്പാലം ഉണ്ടാകുക. ഇപ്പോൾ നിലവിൽ ഇനിയിപ്പോൾ വേറൊരു റോഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പുറം ഇപ്പുറം റോഡുകളുണ്ട്. അതുപോലെ തന്നെ മേൽപ്പാലം വരെ ആ സൈഡ് പൊങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അതിനൊരു സാങ്കേതിക പ്രശ്നം ഇവിടെ വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൃത്യമായി ഇവിടെ സാങ്കേതികത്വത്തിന് ഒരു തടസ്സവുമില്ല. അത് കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് അധികാരികൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണമെന്നാണ് ഇവിടുത്തെ ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്.
മേൽപ്പാലം വേണമെന്നുള്ള ആവശ്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാകുന്നത്? നിങ്ങൾക്കുണ്ടാകുന്ന സഹായം എന്തൊക്കെയായിരിക്കും? ഇതിനപ്പുറത്തേക്ക് ഒത്തിരി സ്കൂളുകളുണ്ട്. അതായത് അമരവള ജംഗ്ഷനിൽ ബാങ്കുണ്ട്, പിന്നെ സ്കൂള് CSI പള്ളിയുടെ സ്കൂളുണ്ട്, JVS സ്കൂളുണ്ട്. അങ്ങനെ കുട്ടികളെല്ലാം ഇതുവഴിയാണ് യാത്ര ചെയ്യുന്നത്. ഈ രണ്ട് ഭാഗത്തുള്ള കുട്ടികളും ഇതുവഴിക്കാണ് യാത്ര ചെയ്യുന്നത്. 3 വാർഡ് ചേരുന്ന സ്ഥലമാണ് ഈ സ്ഥലം. അപ്പോൾ കുട്ടികളും വയസ്സായവരും എല്ലാവരും ഈ റെയിൽ പാത മുറിച്ച് കിടന്നാണ്, അപ്പുറം ഇപ്പുറം ട്രെയിൻ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മുറിച്ച് കിടന്നാണ് അപ്പുറത്ത് പോകുന്നത്. ഇനിയൊരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പേ ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരണം. എന്താ ഈ അധികാരികളെല്ലാം അപകടം ഉണ്ടായതിന് ശേഷം വന്നെത്തി പരിഹാരം കാണാൻ വേണ്ടിയിരിക്കുന്നത് ഇഷ്ടം പോലെ ഒരുപാട്. ഈ ഇടക്കാലത്ത് തന്നെ 4 പശുക്കളാണ് ഒരുമിച്ച് ഇവിടെ ഈ റെയിൽവേ ട്രെയിൻ ഇടിച്ചിട്ട് അപകടത്തിൽപ്പെട്ടത്. അതുപോലെ ഒത്തിരി ആൾക്കാരും ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ജീവൻ പണയം വെച്ചാണ് നിങ്ങൾ അപ്പുറം? തീർച്ചയായിട്ടും അതിനൊരു മാറ്റമില്ല. ജീവൻ പണയം വെച്ച് തന്നെയാണ്. നിങ്ങൾക്ക് കാണാം, ആ വഴി ഒന്ന് നോക്കിയാൽ അറിയാം. അത് ആ കമ്പിയിൽ കൂടെയൊക്കെ പിടിച്ച് തൂങ്ങിയൊക്കെയാണ് ആളുകൾ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്നത്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതൊക്കെ. അപ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റുള്ളൂ. നിലവിൽ റെയിൽവേയായിട്ട് ബന്ധപ്പെട്ട എല്ലാ അധികാരികൾക്കും നമ്മൾ ഇതിനുള്ള പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും കൊടുക്കാൻ പോവുകയാണ്. ഇത് അടുത്തൊരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പേ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഈ ഒരു മേൽപ്പാലമാണ്. ഇതൊന്ന് സാധിച്ചു തരണമെന്നാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ ആവശ്യം. ഇത് എത്ര വാർഡുകാരാണ് ഇവിടെ ഇതിനൊരു ഗുണഭോക്തരായി ഇതുവഴി സഞ്ചരിച്ചു പോകുന്നത്? ഇതുവഴി ഒരു മേൽപ്പാലം വന്നതിൻ്റെ ഉപഭോക്താക്കളായിട്ട് വരുന്നത് 4 വാർഡിലെ ആൾക്കാരാണ്. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയുടെ നാരായണപുരം വാർഡ്, കൊല്ലയിൽ പഞ്ചായത്തിലെ പെരുമ്പോട്ടുണം വാർഡ്, നടൂർക്കൊല്ല വാർഡ്, ദേവേശ്വരം വാർഡ്. ഈ 3 വാർഡുകൾ റെയിൽവേയുടെ ഇപ്പുറത്തെ സൈഡിലും, നാരായണപുരം വാർഡ് നടൂർക്കൊല്ല വാർഡിൻ്റെ പകുതിയും അപ്പുറത്തെ സൈഡിലായിട്ട് സ്ഥിരം. അപ്പോൾ ഏകദേശം 2000-ഓളം ആൾക്കാർക്ക് ഫലവത്തായിട്ട് പ്രയോജനപ്പെടുന്ന ഒരു മേൽപ്പാലമാണ് നമ്മൾ ആവശ്യം. കുറേ കാലങ്ങളായി ഇതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ നാട്ടുകാർ പരിശ്രമിക്കുന്നുണ്ട്. ഒത്തിരി നിവേദനങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ പുറകിൽ സംഭവിച്ചിട്ട് നമുക്ക് ഇന്ന് വരെ പാലം എന്നുള്ള ആവശ്യം ഇതുവരെ നടപ്പായി കിട്ടിയിട്ടില്ല. നടൂർക്കൊല്ല വാർഡിനെ സംബന്ധിച്ച് നെയ്യാറ്റിൻകര താലൂക്കിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കളത്തറയ്ക്കൽ പാടശേഖരമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹരിത കേരളം പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തിയ ഈ പാടശേഖരത്തിലെ പാടശേഖരം കിടക്കുന്ന റെയിൽവേയുടെ ഇപ്പുറ സൈഡും ഈ പാടത്തിൽ കൃഷിക്കാർ കിടക്കുന്ന റെയിൽവേയുടെ അപ്പുറ സൈഡാണ്. അപ്പം കൃഷിക്ക് ആവശ്യമായ വിത്ത്, വളം, ബാക്കി കാര്യങ്ങൾ കൊണ്ട് ഈ പാത മുറിച്ച് കടന്നു പോകണം ഇപ്പുറത്ത് പോകാൻ. ഇപ്പോൾ ഒരു പാത ഉള്ളപ്പോഴേ ഇത്രയും ബുദ്ധിമുട്ടുള്ളപ്പോൾ ഈ പാത ഇരട്ടിപ്പിക്കേണ്ട ഭാഗത്തായിട്ട് 2ാമത്തെ പാത വരുമ്പോൾ സമയത്ത് ഈ വിത്തും വളവുമായിട്ടുള്ള ഈ കർഷകർ ഏത് ഭാഗത്തോളം എങ്ങനെ ഈ റോഡ് മുറിച്ച് കിടക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അതുപോയിട്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങളായ സ്കൂളുകൾ, ഈ ഭാഗത്തുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ പാലം കടന്നു വേണം അമരവിള LMS സ്കൂള്, JBS സ്കൂള്, അമരവിള NIT ഇവിടങ്ങളിലൊക്കെ പഠിക്കാൻ പോകുന്ന സാധാരണക്കാരായ കുട്ടികൾ, വലിയ സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്കാണ് ഇവിടെയുള്ള സാധാരണക്കാരാണുള്ളത്. സ്കൂൾ ബസ് വന്ന് കൊണ്ടുപോകും. സാധാരണക്കാരായ മക്കൾ വരുമ്പോഴത്തേക്ക് റോഡിൻ്റെ അപ്പുറ സൈഡാണ് പോകേണ്ടത്. ആ പോകുമ്പോൾ ഈ പാളം കടന്നു വേണം പോകാൻ. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അധികാരികൾ ദയവായി ഇനിയെങ്കിലും ഇത് കണ്ണു തുറന്ന് ഈ മേൽപ്പാലം എന്നുള്ളൊരു ഇത് നമുക്ക് അനുവദിച്ച് തരണമെന്ന് മാത്രമാണ് പറയുന്നത്. ഈ പാളം ഇരട്ടിക്കുമ്പോൾ അതിവേഗ ട്രെയിനുകളായിരിക്കും ഇതുവഴി കടന്നു പോകുന്നത്. അത് കൂടുതൽ നിങ്ങൾക്ക് ദുരിതമാകുമെന്നാണ് പറഞ്ഞത്. 100%. ഇപ്പോൾ ഒരു പാളം ഉണ്ടായിരുന്നപ്പോഴേ നമുക്ക് ഡെയിലി ഒരു 32-33 ട്രെയിൻ ഇപ്പോൾ ഒരു ദിവസം പാസ്സായി പോകുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടോട്ട് പോകുന്നുണ്ട്. ഇത് നോക്കിയിട്ട് വേണം ഈ ആൾക്കാർക്കെല്ലാം ഇങ്ങോട്ട് വരാം. അപ്പോൾ പാത ഇരട്ടിക്കുമ്പോൾ 2 പാളാകുമ്പോൾ ട്രെയിനിൻ്റെ കൂടി വേഗത കൂടും. അപ്പോൾ സാധാരണപ്പെട്ട കുഞ്ഞു മക്കളുടെ കാര്യം, ഈ സാധാരണക്കാരെ നമ്മൾ ആദ്യം മെയിനായിട്ട് ഇത് ഒരു കാർഷിക ഗ്രാമമാണ്. ഈ കാർഷിക ഗ്രാമത്തിലെ പാടം റെയിൽവേക്ക് ഇപ്പുറത്തും കർഷകർ റെയിൽവേക്ക് അപ്പുറത്തുമാണ്. അപ്പോൾ അവരെ കൃഷി സാധനങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കൊച്ചുമക്കൾ ഉൾപ്പെടെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ആദ്യയോടെ ഇരിക്കുന്നൊരവസ്ഥയാണോ? എന്താണ് നിങ്ങൾക്ക് ഈ ഒരു പാലം വേണമെന്നുള്ള പ്രധാന കാര്യം എന്താണ്? ഞാൻ ഈ കൊല്ലൈ പഞ്ചായത്തിലെ നടൂർക്കൊല്ല നമ്മുടെ 1ാം വാർഡിലെ ആശാവർക്കറാണ് ഞാൻ. നമുക്ക് ഇവിടെ വെച്ച് കുത്തിവയ്പ്പുകളെല്ലാം ഇവിടെ വെച്ചാണ് നടത്താറുള്ളത്. അപ്പോൾ ഈ 1ാം വാർഡെന്ന് പറയുന്നത് 2 അപ്പുറവും ഇപ്പുറവും എല്ലാം 1ാം വാർഡാണ്. അപ്പോൾ ഒരുപാട് കിടരോഗികളുണ്ട്. എനിക്കത് നോക്കാൻ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികളെ കുത്തിവയ്പ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അമ്മമാർ കുട്ടികളെയും കൊണ്ട് ഇപ്പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ റോഡിൻ്റെ അവസ്ഥ, ഈ പാലത്തിൽ അത് കണ്ടാൽ തന്നെ അറിയാം. വളരെ തൂങ്ങിയാണ് ഇങ്ങനെയൊക്കെ കുട്ടികളെ കൊണ്ടുവരുന്നത്. അമ്മമാരെന്ന് വെച്ചാൽ ഈ കൊച്ചു കുട്ടികളെ പോലും പ്രസവിച്ച BCG പെൻ്റെ എടുക്കുന്ന കുട്ടികളെയൊക്കെ തന്നെ കൊണ്ടുവരികയാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ കിലോമീറ്ററുകളോളം താണ്ടി വേണം അവർക്ക് ഇങ്ങനെ ഇപ്പുറത്ത് വരാൻ വേണ്ടിയിട്ട്. അതുപോലെ ഞങ്ങളിവിടെ സുഖമില്ലാതെ കുറേ ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ ഹോസ്പിറ്റലിൽ ഇവിടെ തൊട്ട് റെയിൽവേയുടെ അപ്പുറത്താണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എടുത്തോണ്ട് പോകാൻ തന്നെ വളരെ പാടാണ്.
വളരെ 4-5 പേര് തൂക്കി എടുത്തിട്ടാണ് ഈ റെയിൽവേയുടെ അപ്പുറത്ത് കൊണ്ടുപോകുന്നത് തന്നെ. കുറേ വർഷം കൊണ്ട് ഞങ്ങൾ ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ പിന്നെ ഇത് അധികാരികൾ ആരും കാണുന്നില്ല, ഞങ്ങളുടെ ഈ സങ്കടം ആരും കാണുന്നില്ല. കുറേ വർഷങ്ങൾ കൊണ്ട് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് വിഷമിച്ചാണ് ഞങ്ങൾ ഓരോരോ അധികാരികൾ വരുമ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ പറയണുണ്ട്. അവർ ഓരോരുത്തരും വന്നിട്ട് ഇപ്പം ശരിയാക്കി തരാം എന്ന് പറയണതല്ലാതെ ഇവിടെ ഒരു വികസനവും അവർ ഇവിടെ കൊണ്ടുവരുന്നുമില്ല. ഇവിടെ ഞങ്ങൾക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. ഇത് എന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരം അധികാരികൾ കണ്ടെത്തിയേ പറ്റുള്ളൂ, ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ. അപ്പോൾ ഈ കൊച്ചുകുട്ടികളൊക്കെ ഈ ട്രാക്കിലൂടെയാണ് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ കുത്തിയപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് വരുന്നത്. ടീച്ചർ എന്താ ഇവിടെ ഉണ്ട്, അംഗൻവാടിയിലെ ടീച്ചറൊക്കെയാണ്. ടീച്ചറിനും അറിയാം എല്ലാ കുട്ടികളെ കൊണ്ട് ഇതിലെ കൂടെയാണ് വരുന്നത്. അപ്പോൾ എന്താണ് എന്ത് സംഭവിക്കുമെന്നൊന്നും അറിയാൻ പറ്റില്ല. ഇപ്പോൾ എന്താ സെക്കൻഡ് പാളം വരുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ ഇനി എങ്ങനെ അവരിങ്ങ് ഇപ്പുറത്തോട്ട് വരുമെന്നുള്ളത് ഒന്നും നമുക്കറിയാൻ പാടില്ല. ബൈക്കിലൊക്കെയാണോ യാത്ര? അപ്പോൾ എങ്ങനെ ഇവിടെ വരുമ്പോഴൊക്കെ എങ്ങനെയാണ് പോകുന്നത്? വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ നമുക്ക് തൊട്ടടുത്താണ്, ഒരു 1/2 കിലോമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ വീട്ടിൽ നിന്ന് എത്താൻ വേണ്ടി. ഇവിടെ ദേശീയപാത? അതെ, അമരവിള ജംഗ്ഷനിൽ നിന്ന് കയറാം. അപ്പോൾ നമ്മൾ 6 കിലോമീറ്റർ ചുറ്റിയാണ് പോകുന്നത് അമരവിള വരെ. വളരെ ബുദ്ധിമുട്ടാണ്. പെട്രോളിൻ്റെ വിലയും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കഷ്ടത്തിലാണ്. കോളേജിലൊക്കെ സമയത്ത് എത്താൻ പറ്റുള്ള അതുവഴി പോകുമ്പോൾ ഗേറ്റ് അടയ്ക്കുന്ന പ്രശ്നമുണ്ട്. നമുക്ക് നേരത്തെ ഇറങ്ങിയാലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പരിഹാരം പാലം വന്നേ പറ്റൂ. അതിന് ഒരിതുമില്ല, വിട്ടുവീഴ്ചയില്ല, ചെയ്തു തരണം പറയാനുള്ളൂ. ഇവിടുത്തെ അംഗൻവാടി ടീച്ചർ മാലിന്യ ടീച്ചർ നമ്മുടെ കൂടെ ഉണ്ട്. ടീച്ചറിനും പറയാനുണ്ട് കുട്ടികൾ അനുഭവിക്കുന്ന ദുരിതം. ടീച്ചർ, കുട്ടികൾ എന്തൊക്കെയാണ് ബുദ്ധിമുട്ട്? കുട്ടികൾ അവിടുന്ന് ഉള്ള ഏരിയയിലുള്ള പിള്ളേർ ഇവിടെ വരണുണ്ട്, അവരെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ട്. പിന്നെ അവർ നമ്മൾ പറയുന്നതിൻ്റെ ഇതിൽ നിർബന്ധിച്ച് പറയുമ്പോൾ കൊണ്ടുവരും. ചിലപ്പോൾ വരാൻ ബുദ്ധിമുട്ടെന്ന് പറയും. അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ. ഈ കുട്ടികൾ അങ്ങോട്ട് പോകുമ്പോൾ ട്രെയിൻ വരുന്ന സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ 1-2 ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി ഇവിടെ കുറച്ചപ്പുറത്ത്. കുട്ടികൾക്ക് വരാൻ കൊണ്ടുവിടാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്ത് വേണമെന്നാണ് ഇപ്പോൾ പറയുന്നത്? പാലം വേണം, നടന്നെങ്കിലും പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി തരണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. സുരക്ഷിതമായിട്ട് പോകാനൊരു പാലം വേണം. അപ്പോൾ ഇനിയെങ്കിലും അത് ശരിയാക്കി തരണമെന്നാണ് നമ്മൾ താഴ്മയെ അപേക്ഷിച്ചുള്ളത്. എന്താണ് പറയാനുള്ള വിഷയം? ബുദ്ധിമുട്ടൊക്കെ എന്താണ്? ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാണ് കയറി പോകാനൊക്കെ. നടന്നു പോകുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും കാറുള്ളതുകൊണ്ട് അതുവഴിയൊക്കെ പോകും. ഞങ്ങൾക്ക് ഭയങ്കര പാടാണ്. മുകളിലിട്ടോ ഈ കുഞ്ഞിനെയും അമ്മച്ചിയുണ്ട് ഞങ്ങളെ വീട്ടിൽ, അമ്മച്ചിക്കൊക്കെ പോകാനും ഞങ്ങളെ വഴി ഇതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്കൊരു പാലം വേണം, മേൽപ്പാലം വേണം. അതിന് നിവേദനം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? മുമ്പേയൊക്കെ വന്ന് കൊടുത്തിട്ടുണ്ടെന്ന് പറയണം. ഇതുവരെയും ശരിയായില്ല. ഒരു മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ കൂടെ ഒരു ചെറിയ റോഡുണ്ട്. പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ചെളിയും വെള്ളമായിട്ട് ഒരു വണ്ടി കൊണ്ട് പോകാനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അതിൻ്റെ കൂടെ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കുഴിച്ചിട്ട് ഞങ്ങൾക്ക് ഒട്ടുമേ നമ്മൾ 2 വീലർ പോലും കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഈ റോഡ് ഇപ്പുറത്തെ സൈഡിലൂടെ റോഡും കിടക്കുന്നത്. അപ്പം നമ്മളൊരു ദ്വീപിലാകപ്പെട്ടതുപോലെയാണ് ഇവിടെ കിടക്കുന്നത് കുറേ ആൾക്കാർ. രണ്ട് സ്ഥലം. അപ്പോൾ ഇവിടെ കൂടെ തൂക്കി എടുത്തുകൊണ്ട് അങ്ങ് അപ്പുറത്ത് പോകണം ആൾക്കാരെ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് പോകാൻ പറ്റില്ല. വല്ലാത്തൊരു അവസ്ഥയാണ് നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ വർഷം കൊണ്ട് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ താമസിക്കുന്നത് തന്നെ. അധികാരികൾ ഇത് കാണുന്നുണ്ടോയെന്ന് തന്നെ കാണുന്നില്ല, നമ്മളെ കാണുന്നില്ല. വോട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങളെ ഇവിടെ ആരും കാണുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നുമില്ല. അമരവിള JBS സ്കൂള്, LMS സ്കൂള്, ധനുച്ചൻ സ്കൂൾ, ഈ സ്കൂളുകളിലെല്ലാം ഞങ്ങൾ ഇവിടെ ഉള്ള പ്രദേശത്തിലുള്ള കൊച്ചു കുഞ്ഞുങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അവർക്ക് പോകുന്നതിനോ വരുന്നതിനോ യാതൊരുവിധ സൗകര്യമില്ല. പിന്നെ അപ്പുറത്ത് ഇപ്പുറത്തോട്ട് വരണമെങ്കിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഒരു കമ്പി അവിടെ, അതിൽ പിടിച്ച് തൂങ്ങി വേണം
ഇപ്പുറത്തിറങ്ങാൻ. ഒന്ന് കാല് സ്ലിപ്പായി കഴിഞ്ഞാൽ അവരുടെ ജീവൻ പോയതാണ്. ആ ഒരു തരത്തിലാണ് നമ്മൾ എത്രയോ വർഷക്കാലം കൊണ്ട് ഇവിടെ റെയിൽവേ എന്ന് വന്നോ അന്ന് മുതൽ നമ്മൾ അനുഭവിക്കുന്ന ദുരിതമാണിത്. അതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള ലെവലിൽ ഇവിടെ നമുക്കൊരു മേൽപ്പാലം ഉണ്ടാക്കി തരണമെന്ന് താഴ്മയായി ഭരിക്കുന്ന സർക്കാരിനോട് താഴ്മയായി ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഞങ്ങളെ കുറേ കുടുംബക്കാരെ കൊന്നുകളയരുത്, ജീവിക്കാൻ അനുവദിക്കണം. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു അത്യാഹിതത്തിന് ആംബുലൻസ് ഒന്നും അപ്പുറത്ത് നിൽക്കുകയുള്ളൂ. അപ്പുറത്ത് നിൽക്കുകയുള്ളൂ, ഇപ്പുറത്ത് വരില്ല. ഈ ജീവൻ അങ്ങ് അറ്റം പിടച്ചിട്ട് നിൽക്കുന്ന ഒരു രോഗിക്ക് ഒരു ആംബുലൻസ് ഒന്ന് അല്ലെങ്കിൽ 6 കിലോമീറ്റർ ചുറ്റി ഒരു ആംബുലൻസിനകത്ത് വരണം. വരുമ്പോഴത്തേക്ക് രോഗിയുടെ കാര്യം നിങ്ങൾക്ക് ഞങ്ങൾ പറയണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ആ ലെവലിലാണ് ഇന്ന്. അതിൽ കൂടെയാണ് ഡബിൾ പാലം വരുന്നത്. നമുക്ക് വേറെ ഒന്നും വേണ്ട. നമുക്ക് യാത്ര ചെയ്യുന്നതിന് സുരക്ഷിതത്വമായിട്ട് കുട്ടികളെയും വയസ്സായവരെയും കൊണ്ടുപോകുന്നതിന് സുരക്ഷിതത്വമായിട്ട് ഒരു വഴി, അതിന് വേണ്ടുന്ന ഒരു മേൽപ്പാലം, അത്രയും മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. വേറെ ഒരു സൗകര്യം ഒരുക്കണ്ട. ഒരു മേൽപ്പാലം, വയസ്സായ അമ്മ താ നിൽക്കുന്നുണ്ട. ഈ വയസ്സായ അമ്മയ്ക്കായാലും പെട്ടെന്നൊന്ന് പനി വന്ന ഒരു ഓട്ടോ വരുന്നോ, ഓട്ടോയിൽ കയറ്റി വിടണോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, അതിന് പോലും ഉള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കർശനമായിട്ട് പറയണം. ഇപ്രാവശ്യം നമുക്ക് തന്നേ മതിയാവുള്ളൂ. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ പോകുന്നതാണ്. ഒരുപാട് ഈ പ്രദേശത്തുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ ഇതുവഴി പോവാണ്. അപ്പോൾ പാലം ഇരട്ടിക്കണമെന്ന്, ഈ റെയിൽവേ ഇരട്ടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര ഒരു ഇതായപ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങോട്ടും ഇപ്പുറത്തോട്ടും വരാനും പോകാനും. അതുപോലെ പ്രായമായവരുണ്ട്, വയസ്സായവർ, ആശുപത്രി പോകുന്നവരും അല്ലാതെ ഓഫീസിൽ പോണവരും എല്ലാവരും. അപ്പോൾ മേൽപ്പാലം തീർച്ചയായിട്ടും വരണമെന്നാണ് ഞങ്ങൾ. പാലം ഇരട്ടിക്കുന്നതിൽ സന്തോഷമാണ്, പക്ഷേ മേൽപ്പാലം വരണം. അതെ, മേൽപ്പാലം വരണം, തീർച്ചയായിട്ടും മേൽപ്പാലം വരണം. അതൊരു ദുരിതമാണ്. റെയിൽവേയുടെ വികസന പദ്ധതികളെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ നമുക്ക് സുരക്ഷിതമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു നടപ്പാത, ഒരു വഴി, അതാണ് ഞങ്ങളുടെ ആവശ്യം. ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ വെറും 1/2 കിലോമീറ്റർ പോകേണ്ടടുത്ത് ഒരു 7 കിലോമീറ്ററോളം ചുറ്റിയാണ് പോകുന്നത്. അതിനിടയിൽ അവിടെ കണ്ണൻകുഴിയിൽ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട്. അത് അടയ്ക്കുകയാണ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അത് ലേറ്റാകുന്നു. പക്ഷേ നമുക്കിവിടെ ഒരു പാലം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കും. തിരുവനന്തപുരം കന്യാകുമാരി റെയിൽവേ പാലം ഇരട്ടിപ്പിക്കുന്നു. നിങ്ങളാകെ ദുരിതത്തിലാണ്. കാലാകാലങ്ങളിൽ നിങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത് ഒരു മേൽപ്പാലം വേണമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു ഈ ഒരു നടപടി, ഇതിൻ്റെ കൂടെ ഈ പണി പൂർത്തിയായില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയാണ്? നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കന്യാകുമാരി നാഗർകോവിൽ പാതയിൽ അമരവള ലെവൽ ക്രോസിനും നമ്മൾ പറഞ്ഞ് എഴുതുള്ളതാണ് ലെവൽ ക്രോസ് എന്ന്, റെയിൽവേയുടെ ഇതിൽ ആനപ്പാറ ലെവൽ ക്രോസ് എന്ന് പറയും. ഇത് രണ്ടിനും ഇടയിലാണ് ഈ ഭാഗം വരുന്നത്. ഇവിടെ ഇപ്പോഴേ അശ്വിനി വൈഷ്ണവ് കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം കന്യാകുമാരി ഡബിളിങ്ങും തിരുവനന്തപുരം നാഗർകോവിൽ ത്രിബിളിങ്ങും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് ഇപ്പോൾ തന്നെ ആനപ്പാറ ലെവൽ ക്രോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് വരുമ്പം പാത നല്ല വളവിലാണ്. ഇത്തരത്തിൽ ഈ ട്രെയിൻ വരുന്ന കണ്ട് പെട്ടെന്ന് വന്ന് കയറും, ഓടി മാറിക്ക് കൈകാൽ നഷ്ടപ്പെട്ടവർ, മരിച്ചവർ, അങ്ങനെ ധാരാളം അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാലാകാലങ്ങളിൽ ചാൾസ് മുതൽ വന്ന എല്ലാ എംപിമാർക്കും രാജഗോപാൽ കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ കൺവീനർ കെ രാമപിള്ള സാറ് ഇവിടെ സ്ഥലത്തൊന്ന് നോക്കി. അതിന് ശശി തരൂരിന് ഇവിടെ കിമാ വായനശാല ഒരു പ്രോഗ്രാം വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു. എന്നിട്ട് ഇവിടെ ഒരു ശാശ്വതമായ പരിഹാരം എന്ന നിലയ്ക്ക് ഇവിടെ ഒരു മേൽപ്പാലം വരാൻ വേണ്ടിയിട്ട് അപ്രോച്ച് റോഡിൻ്റെ ആവശ്യമില്ല. പൊക്കമുള്ള സ്ഥലമായതുകൊണ്ട് പാലം നിർമ്മിക്കാൻ എളുപ്പമാണ്. വസ്തു ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ചെറിയ സാമ്പത്തികം കൊണ്ട് തന്നെ ഇവിടെ ഒരു മേൽപ്പാലം നിർമ്മിക്കാൻ സാധിക്കും. പക്ഷേ അധികാരിയുടെ ഭാഗത്തു നിന്നും യാതൊരു വിധമായ നടപടികളും സ്വീകരിക്കുന്നത് അധികാരിയുടെ അനാസ്ഥയാണ് ഇതിൻ്റെ പിന്നിൽ. അനാസ്ഥയാണ് കാണാം. ഇപ്പം ഡബിളിങ് വന്നപ്പോഴേ വരുമ്പോഴൊരു മാറ്റം വരുമെന്ന് വിചാരിച്ചു. അപ്പോഴും ഇതിനൊരു മാറ്റം വരുന്നില്ല. ഇനി അതിവേഗ ട്രെയിനുകൾ വരാം. ഇപ്പം തന്നെ പാസഞ്ചർ ട്രെയിനുകൾ അനന്തപുരിയും മധുരയൊക്കെ ധാരാളം ട്രെയിൻ ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട് അധികാരികളുടെ ഭാഗത്തു നിന്ന് സത്വരമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ഒരു വലിയൊരു പ്രദേശ ജനതകൾ ഇപ്പം ദുരിതയാത്രയാണത് ദുരന്ത യാത്രയായിട്ട് മാറുന്ന ഒരു ഇതിലേക്ക് പോകും. അതിന് അധികാരികളുടെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടികൾ. ഈ അമ്മമാരെല്ലാവരും കഷ്ടപ്പെട്ട് ഇതുവഴി തൂങ്ങിയും പറഞ്ഞൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. ബൈക്കുള്ളവർ ചുറ്റി സഞ്ചരിച്ച് പോകും. ഇപ്പോൾ നമുക്ക് ഇവിടെയും തന്നെ പോയി കഴിഞ്ഞാൽ ഇവിടെ 3 ജംഗ്ഷനാണ് ഒന്ന് ചേരുന്നത്. പിന്നെ കൊല്ലം പഞ്ചായത്തിൻ്റെ പനയമൂല വാർഡിൽ നിന്ന് ഇവിടെ വന്ന് കയറാം, ഓണങ്കോട് ജംഗ്ഷനിലേക്ക് പോയി കയറാം, തിരിച്ച് കണ്ണൻകുഴിയിലേക്ക് പോകും. അങ്ങനെ 3 റോഡ് വന്ന് കഴിഞ്ഞാൽ അപ്പുറത്തെ റോഡ്. ഇവിടെ മുനിസിപ്പാലിറ്റി നാരായണപുരം MP ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് ഇതുവരെ ടാറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേഗത്തിലൊരു
പാത നിർമ്മിക്കാൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് അപ്പുറവും ഇപ്പുറവും പൂർത്തിയായി കിടക്കുകയാണ് റോഡ്. ഈ പറയുന്ന സ്ഥലം മാത്രം ദുരിതയാത്രയാണ്. അപ്രോച്ച് റോഡിൻ്റെ ആവശ്യമില്ല. ഒരു പാലം നിർമ്മിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെയാണ് അവർ പറയുന്നത്. അപ്രോച്ച് റോഡ് വേണം, പൊക്കം കുറഞ്ഞ സ്ഥലം. ഇവിടെ പൊക്കം ആവശ്യമുണ്ട്. ഈ റെയിൽവേ വരുന്നതിന് മുമ്പ് തന്നെ അപ്പുറത്തൂടെ ആയിരുന്നു റോഡ്. ഈ റെയിൽവേ വന്നതിന് ശേഷമാണ് ഇത്ര റോഡ് വന്നത്. അപ്പോൾ 78 മുതൽ ഈ ഒരു ആവശ്യം നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരുന്നിട്ടും ഇവിടെ അധികാരികളുടെ ഭാഗത്തു നിന്നോ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നോ ഒരു നടപടി ഉണ്ടാകുന്നില്ല. ഇത് നടപടി വന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രത്യക്ഷമായ സമരപരിപാടികളിലേക്ക് നാട്ടുകാരെന്ന നിലയ്ക്ക് ജനങ്ങളെന്ന നിലയ്ക്ക് മുന്നോട്ട് പോകും. വികസനങ്ങൾ എപ്പോഴും നല്ലതാണ്. എന്നാൽ ജനങ്ങളുടെ സുരക്ഷിതത്വം മനസ്സിലാക്കിയുള്ള വികസനങ്ങളായിരിക്കും എപ്പോഴും നല്ലത്. ഞാനിവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം.